ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി ഒരു ചില്ലി ചിക്കൻ്റേതാണ്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയ 1 കിലോ ചിക്കൻ വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നു. 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോട്ടിങ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ലതായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഒരു 1/2 മുതൽ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസാണ്. അതിലേക്കായി 2 സവാള വലുതായി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 10 അല്ലി ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് സ്പ്രിംഗ് ഒണിയനാണ്. 5 തൊട്ട് 6 വരെ തണ്ട് സ്പ്രിംഗ് ഒണിയനാണിത്. 3 പച്ചമുളകാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. 1 ക്യാപ്സിക്കം വലുതായിട്ട് അരിഞ്ഞതാണ്. കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പം ഗ്രീൻ കിട്ടുവാണെങ്കിൽ അതായാലും മതി. പക്ഷേ ക്യാപ്സിക്കം നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒരു മസ്റ്റ് ഐറ്റമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ വറുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഓരോരോ ചിക്കൻ പീസുകൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇടുകയും ചെയ്യരുത്. പിന്നെ കുക്ക് ചെയ്യുന്ന ഹീറ്റ് ഹൈ ഫ്ലെയിമിലായിരിക്കണം. 8 മുതൽ 10 വരെ മാത്രം നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്ക് ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിലേക്കായി ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചൈനീസ് കുക്കിംഗ് എല്ലാം തന്നെ ചെറിയ വേവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പച്ചമുളകും സവാളയും നമ്മുടെ ക്യാപ്സിക്കവും ചേർത്ത് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള സോസുകളാണ്. 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സോസ് ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതിനെ നന്നായിട്ട് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കിതിൽ 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും. ഗ്രേവിയായിട്ട് വേണ്ടുന്നവർക്ക് കൂടുതൽ സോസും കൂടുതൽ ഈ വെള്ളവും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനാണ്, ചില്ലി ചിക്കന് വേണ്ടിയിട്ട്. ഇനി നമുക്കതിനെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിപ്പം നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് ഗാർണിഷ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.